നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇറാൻ്റെ 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ വലിയ മാരകശേഷിയുള്ള ബോംബുകൾ വർഷിച്ചത്. അമേരിക്കയുടെ B-2 യുദ്ധവിമാനങ്ങളാണ് ഏകദേശം 18 മണിക്കൂറുകളോളം നേരിട്ട് പറന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മുകളിലെത്തി ഈ ബോംബുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ച ശേഷം തിരികെ പ്രശ്നമൊന്നുമില്ലാതെ അമേരിക്കയിലേക്ക് മടങ്ങിയത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ വളരെ വ്യക്തമായ നാശനഷ്ടം വരുത്തിയെന്നും ഇനി ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും ഇനി സമാധാനത്തിൻ്റെ ദിവസങ്ങളാണ് എന്നുമാണ് ഈ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടത്. പക്ഷേ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെ ബോംബുകൾക്ക് 60 മീറ്റർ മാത്രമേ എത്താൻ സാധിക്കൂ. ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് 90 മീറ്ററിനും താഴെയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ഉണ്ടായത് ഉപരിതല സ്ട്രക്ചറുകൾക്ക് മാത്രമാണ് എന്നാണ് ഇറാൻ നൽകിയ വിശദീകരണം. പക്ഷേ സാഹചര്യ തെളിവുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ ഈ വാദം പൂർണ്ണമായും ശരിയാവണം എന്നില്ല. പക്ഷേ അമേരിക്ക പൂർണ്ണമായും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ കേടുപാടുകൾ വരുത്താൻ തങ്ങൾക്കായിട്ടില്ല എന്നൊരു സംശയം ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി അപകടം അവിടെ വരുത്തണമായിരുന്നു എന്നൊരു അഭിപ്രായം അമേരിക്കയ്ക്ക് ഉണ്ടോ എന്ന് തോന്നിക്കുന്ന ചില സൈനിക നടപടികളാണ് ഇന്ന് നടന്നത്. അതായത് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം വീണ്ടും ഇന്ന് ഫെർദോ ആണവ കേന്ദ്രത്തിന് മുകളിൽ നടന്നു എന്നതാണ്. ഫെർദോ ആണവ കേന്ദ്രത്തിന് മുകളിൽ ഈ ശവത്തിൽ കുത്തുന്നത് പോലെ, അല്ലെങ്കിൽ ഏതാണ്ട് അവസാന ആണി അടിക്കുന്നത് പോലെയാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇന്ന് ബോംബുകൾ വർഷിച്ചത്. ഇറാൻ പറയുന്നത് പോലെ അവിടെ ഒരു നാശനഷ്ടവും വരുത്തിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അതുകൂടി തീർക്കുക എന്നതായിരിക്കണം ഇസ്രായേൽ പദ്ധതിയിട്ടത്. എന്തായാലും ഇസ്രായേൽ ഇന്നത്തെ ആക്രമണത്തിൽ വലിയൊരു ആക്രമണം, വളരെ പ്രധാനപ്പെട്ട ആക്രമണം നടത്തി എന്ന് പറയുന്നത് പറയുന്നത് പോലെ ഫെർദോ ആണവ കേന്ദ്രത്തിൽ തന്നെയാണ്. മാത്രമല്ല ഇന്ന് രാവിലെ ടെൽ അവീവിൽ കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇത് അമേരിക്കൻ നടപടിക്കുള്ള പ്രതികാരമായിട്ടാണ് എന്നാണ്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയോ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുകയോ ഇറാൻ മുതിർന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ഇറാൻ കടുപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ നാശനഷ്ടം ഇസ്രായേലിൻ്റെ നേരെയുണ്ടായ ഈ റോക്കറ്റ് ആക്രമണത്തിലുണ്ടായി, മിസൈൽ ആക്രമണത്തിലുണ്ടായി. ഇതിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇസ്രായേൽ ഇന്നും നൽകിയത്. ഇറാൻ്റെ വ്യോമകേന്ദ്രങ്ങൾ 6 വ്യോമകേന്ദ്രങ്ങൾ ആക്രമിക്കുകയും 15ഓളം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ഇന്നത്തെ ആക്രമണത്തിൽ ഇസ്രായേൽ. എന്തുവന്നാലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണം ഒരു വലിയ ഏകോപനത്തോടു കൂടി നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അതായത് ഇന്നിപ്പോൾ 11ാം ദിവസമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം. 9ാം ദിവസത്തിലാണ് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായത്. അതിനു മുമ്പ് ഈ 9 ദിവസങ്ങൾ കൃത്യമായി തന്നെ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക, ഇറാൻ്റെ ഈ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടാനുള്ള ശേഷിയെ ഇല്ലാതാക്കുക, ഇറാൻ്റെ ഈ പറയുന്ന മിസൈൽ ലോഞ്ചറുകളിൽ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുക, ഇതൊക്കെയായിരുന്നു പ്രധാനമായും ഇസ്രായേൽ കേന്ദ്രീകരിച്ചിരുന്നത്. മാത്രമല്ല ഇറാൻ്റെ സൈനിക മേധാവികളെ ആദ്യം തന്നെ വകവരുത്തി യുദ്ധതന്ത്രത്തിൽ ചില കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുക എന്നതൊക്കെ ഇസ്രായേൽ ചെയ്തു. അതിനുശേഷമാണ് വളരെ സുരക്ഷിതമായി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ വന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തത്. കാരണം ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ബോംബുകൾ അമേരിക്കയുടെ പക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 9ാം ദിവസത്തിൽ അമേരിക്ക ഇടപെടൽ നടത്തിയത്. ഇനി അമേരിക്കയ്ക്ക് നേരെ ഇറാൻ ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്താത്ത പക്ഷം ഇനി ആക്രമണം തുടരില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് നേരെ നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇറാൻ തയ്യാറായില്ല. പക്ഷേ ഇസ്രായേലിനെതിരെ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് വലിയ നാശനഷ്ടം ഇറാനിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശേഷിക്കുന്ന ഇറാൻ്റെ ഈ വ്യോമസേന പൊതുവെ ഇസ്രായേലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദുർബലമാണ്. വ്യോമാക്രമണം നടത്താനുള്ള ശേഷി പൊതുവെ കുറവാണ്. ഇറാൻ്റെ പക്കൽ ഈ പാശ്ചാത്യ ഉപരോധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിമാനങ്ങളുടെയും അതുപോലെ തന്നെ വിമാന പാർട്സുകളുടെയും ഒക്കെ വലിയ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ വ്യോമസേന എന്ന് പറയുന്നത് അതീവ ദുർബലമാണ്. പക്ഷേ ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് മിസൈലുകളിലാണ്. ആ മിസൈലുകൾ ഇങ്ങനെ വാരി വർഷിക്കുകയാണ്. പക്ഷേ തിരിച്ചടിക്കാനുള്ള ശേഷി ഓരോന്നോരോന്നായി ഇസ്രായേൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അന്തിമ വിജയത്തിലേക്ക് തങ്ങൾ അടുക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.